ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രോട്ടോടൈപ്പ് മോഡലാണ്. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ നമുക്ക് ഫസ്റ്റ് നോക്കാം. എ പ്രോട്ടോടൈപ്പ് ഈസ് എ പാർഷ്യലി ഡെവലപ്മെൻറ്റ് പ്രൊഡക്റ്റ് ദാറ്റ് റെപ്രസെൻറ്റ് ദ വർക്കിംഗ് മോഡൽ ഓഫ് ദ ആക്ച്വൽ സിസ്റ്റം. അതായത് ആക്ച്വൽ സിസ്റ്റത്തിൻ്റെ ഒരു പാർഷ്യലി ഒരു മോഡലായിട്ട് അത് ക്രിയേറ്റ് ചെയ്യും. അതായത് ഇറ്റ് ഈസ് ബിൽഡ് ടു അണ്ടർസ്റ്റാൻഡ് യൂസർ റിക്വയർമെൻറ്റ് മോർ ക്ലിയർലി ബിഫോർ ദ ഫൈനൽ സിസ്റ്റം ഈസ് ഡെവലപ്ഡ്. അതായത് ഒരു ഫൈനൽ സിസ്റ്റം ഡെവലപ്പ് ചെയ്യണേക്ക് മുമ്പ് തന്നെ നമ്മുടെ റിക്വയർമെൻറ്റ് ഫേസ് ഇല്ലേ, അതായത് നമ്മൾ ക്ലയൻറ്റായിട്ട് ആദ്യം ഇൻട്രാക്ട് ചെയ്യില്ലേ, അപ്പോൾ തന്നെ അവർ ഒരു പാർഷ്യലി ഒരു മോഡൽ ഉണ്ടാക്കി കൊടുക്കും. ഇതായിരിക്കും നിങ്ങളുടെ ഫൈനൽ പ്രൊജക്റ്റിൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു ബേസിൽ ഒരു പാർഷ്യലി ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത് കൊടുക്കും. അതിനെയാണ് നമ്മൾ പ്രോട്ടോടൈപ്പ് എന്ന് പറയുന്നത്. മോസ്റ്റ് യൂസേഴ്സ് ഡു നോട്ട് നോ എക്സാക്ട്ലി വാട്ട് ദേ വാണ്ട് അണ്ടിൽ ദേ സി എ വർക്കിംഗ് മോഡൽ. അതായത് ഒട്ടുമിക്ക എല്ലാ യൂസേഴ്സിനും അവർക്ക് എന്താ ശരിക്കും വേണ്ടതെന്നുള്ളൊരു ആക്ച്വൽ ഐഡിയ ഒന്നും ഇല്ലാണ്ടായിരിക്കും തന്നെ. അപ്പോൾ ഇവർ ജസ്റ്റ് പാർഷ്യലി ഡെവലപ്പ് ചെയ്യുമ്പോൾ അവർക്ക് അതിലൂടെ ഓരോ സജഷൻസും അവരുടെ റിക്വയർമെൻറ്റ്സും ഒക്കെ കൂടുതൽ അവർക്ക് ആഡ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് പറ്റും. Prototyping helps obtaining user feedbacks and make necessary changes early in the development process. ഡെവലപ്മെൻറ്റ് പ്രോസസ്സിൽ തന്നെ ഇവർക്ക് യൂസേഴ്സിന് എന്തെങ്കിലും ഫീഡ്ബാക്കോ കാര്യങ്ങളോ എന്തെങ്കിലും ചേഞ്ചസ് മാറ്റണോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ പ്രോട്ടോടൈപ്പ് മോഡൽ വെച്ചിട്ട് നമുക്കത് ക്ലയൻറ്റിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പറ്റും. എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ ആഡ് ഓൺ ചെയ്യാനും അല്ലെങ്കിൽ എന്തെങ്കിലും അവോയ്ഡ് ചെയ്യാനുണ്ടെങ്കിൽ അതും ഒക്കെ, അതായത് ഫീഡ്ബാക്സ് കേട്ടായിരിക്കും ഡെവലപ്മെൻറ്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നത്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ പ്രോസസ് ഓഫ് പ്രോട്ടോടൈപ്പ്. The process begin with collecting requirements through interview or discussion with users. നമ്മൾ നേരത്തെ കണ്ടപോലെ തന്നെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഫേസസിലൊക്കെ കണ്ടപോലെ തന്നെ ആദ്യം തന്നെ ഈ പ്രോട്ടോടൈപ്പിംഗ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസറായിട്ടുള്ള ഇൻട്രാക്ഷനോ അല്ലെങ്കിൽ ഒരു ത്രൂ ഇൻ്റർവ്യൂ ഒക്കെ ആയിട്ടായിരിക്കും അവർ റിക്വയർമെൻറ്റ്സ് കളക്ട് ചെയ്യണേ. എ ബേസിക് ഡിസൈൻ ഈസ് ഡെവലപ്ഡ് വിത്ത് ലിമിറ്റഡ് ഫങ്ഷനാലിറ്റി. സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരു മോക്കപ്പ് മോഡൽ, അതായത് ഇതുപോലെ ഇരിക്കും നിങ്ങളുടെ സോഫ്റ്റ്വെയർ എന്ന് അറിയിക്കാൻ വേണ്ടി ഒരു ബേസിക് ഡിസൈൻ അവരെ കാണിച്ചു കൊടുക്കും. മൂന്നാമത്തെ സ്റ്റേജിൽ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ദീസ് ഇനീഷ്യൽ പ്രോട്ടോടൈപ്പ് ഈസ് ഷോൺ ടു ദ യൂസേഴ്സ് ടു ഗ്യാദർ ദെയർ ഫീഡ്ബാക്സ്. അവരുടെ ഫീഡ്ബാക്സിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഇനീഷ്യലി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ബേസിക് ഡിസൈൻ യൂസറിനെ കാണിച്ചു കൊടുക്കും. എന്നിട്ട് അവരുടെ ഫീഡ്ബാക്സ് ഒക്കെ അതിൽ നിന്ന് നമുക്ക് എടുക്കാൻ വേണ്ടി. നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ്ഡ് ഓൺ ദ ഫീഡ്ബാക്ക് ദ പ്രോട്ടോടൈപ്പ് ഈസ് റിഫൈൻഡ് ആൻഡ് ഇംപ്രൂവ്ഡ്. അവരുടെ ഫീഡ്ബാക്ക് വെച്ചിട്ട് നമുക്ക് ആ പ്രോട്ടോടൈപ്പിൽ ആ ഡിസൈൻസൊക്കെ ഡെവലപ്പ് ചെയ്ത് അവരുടെ റിക്വയർമെൻറ്റ്സൊക്കെ ആഡ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അഞ്ചാമത്തെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ദ പ്രോസസ് ഈസ് റിപ്പീറ്റഡ് അണ്ടിൽ ദ യൂസർ ഈസ് സാറ്റിസ്ഫൈഡ് വിത്ത് ദ വർക്കിംഗ് മോഡൽ. ആ വർക്കിംഗ് മോഡൽ വെച്ചിട്ട് ആ ക്ലയൻറ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നിടത്തോളം കാലം നമ്മൾ ഈ ഡിസൈൻ റിപ്പീറ്റ് ചെയ്യും ഈ പ്രോസസ്സ്. Once approved, the final system is developed using the refined prototype as a reference. അതായത് ഇപ്പോൾ ഫീഡ്ബാക്കൊക്കെ കിട്ടി നമുക്ക് ഫൈനലായിട്ടൊരു പ്രോട്ടോടൈപ്പ് കിട്ടിയെങ്കിൽ ആ പ്രോട്ടോടൈപ്പ് ബേസ്ഡ് ആയിരിക്കും ബാക്കി സോഫ്റ്റ്വെയറിൻ്റെ ഡെവലപ്മെൻറ്റൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് പ്രോസസ്സ് തന്നെ. ഇനി ടൈപ്സ് ഓഫ് പ്രോട്ടോടൈപ്പ് ഉണ്ട്. ഫസ്റ്റ് ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാപ്പിഡ് പ്രോട്ടോടൈപ്പിംഗ് അല്ലെങ്കിൽ ത്രോ എവേ. ദീസ് അപ്രോച്ച് ഈസ് യൂസ്ഡ് ടു ക്വിക്ക്ലി ബിൽഡ് എ വർക്കിംഗ് മോഡൽ ടു അണ്ടർസ്റ്റാൻഡ് യൂസേഴ്സ് റിക്വയർമെൻറ്റ്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാപ്പിഡ് അല്ലെങ്കിൽ റാപ്പിഡ് പ്രോട്ടോടൈപ്പിംഗ് എന്നാണ്. ഇതിൻ്റെ ഒരു മെയിൻ അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ച് നമുക്കൊരു ക്വിക്കായിട്ടൊരു വർക്കിംഗ് മോഡൽ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. The prototype is built rapidly and tested by the user. ഈ പ്രോട്ടോടൈപ്പ് വളരെ പെട്ടെന്നായിരിക്കും ഉണ്ടാക്കുന്നത്. യൂസറായിരിക്കും അത് ടെസ്റ്റ് ചെയ്യണത്. കാരണം അവരുടെ റിക്വയർമെൻറ്റ്സ് ഒക്കെ അതിൽ ഓക്കെ ആയിട്ടുണ്ടോയെന്ന് അവരുടെ ആ ഒരു യൂസിങ്ങിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വരും. വൺസ് ദ ഫീഡ്ബാക്ക് ഈസ് കളക്റ്റഡ് ദ പ്രോട്ടോടൈപ്പ് ഈസ് ഡിസ്കാർഡഡ് ആൻഡ് ദ ആക്ച്വൽ സിസ്റ്റം ഈസ് ഡെവലപ്ഡ് ബേസ്ഡ് ഓൺ ദ ഇംപ്രൂവ്മെൻറ്റ് റിക്വയർമെൻറ്റ്. അതായത് ഫീഡ്ബാക്കൊക്കെ കളക്ട് ചെയ്ത് കഴിഞ്ഞ് അത് ആക്ച്വലി അവരുടെ ആ ഒരു റിക്വയർമെൻറ്റിലേക്ക് വരുന്നില്ലെങ്കിൽ നമ്മളതിനെ ഡിസ്കാർഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അവർക്ക് വേണ്ട ആക്ച്വൽ സിസ്റ്റത്തിലേക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ആ റിക്വയർമെൻറ്റിൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും. ഇറ്റ് ഹെൽപ്സ് വെൻ ദ ഡെവലപ്മെൻറ്റ് ടീം ഡസ് നോട്ട് ഹാവ് എ ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ യൂസർ നീഡ്. ഇതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഡെവലപ്പേഴ്സിന് അവരുടെ പ്രൊജക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ടും പ്രോപ്പറായിട്ടും മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും.
ദ പ്രോസസ് കണ്ടിന്യൂ അണ്ടിൽ എ സാറ്റിസ്ഫാക്ടറി പ്രോട്ടോടൈപ്പ് ഈസ് ബിൽഡ്. ഒരു സാറ്റിസ്ഫൈങ് ആയിട്ടുള്ളൊരു പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കുന്നിടത്തോളം കാലം ഈ ഒരു റാപ്പിഡ് പ്രോട്ടോടൈപ്പിങ് ആ ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കും. അതായത് യൂസറിൻ്റെ എല്ലാ റിക്വയർമെൻറ്റ്സും ഓക്കെ ആയിട്ടായിരിക്കും നമ്മൾ ഡെവലപ്പേഴ്സിലേക്ക് ആ ഒരു സാമ്പിൾ പ്രോട്ടോടൈപ്പ് അയക്കുന്നത്. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ എവല്യൂഷണറി പ്രോട്ടോടൈപ്പ്. ദീസ് അപ്രോച്ചസ് യൂസ്ഡ് വെൻ ദ റിക്വയർമെൻറ്റ് ആർ നോട്ട് ഫുള്ളി അണ്ടർസ്റ്റാൻഡ് അറ്റ് ദ ബിഗിനിങ്. ഈ ഒരു പ്രോട്ടോടൈപ്പിംഗ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ആദ്യം നമുക്ക് റിക്വയർമെൻറ്റ്സ് ഒന്നും അത്ര ബിഗിനിങ്ങിൽ അത്ര കണ്ട് മനസ്സിലായിട്ടുണ്ടാവില്ല. ദ പ്രോട്ടോടൈപ്പ് ഡെവലപ്ഡ് ഈസ് നോട്ട് ഡിസ്കാർഡഡ് ബട്ട് കണ്ടിന്യൂസ്ലി ഇംപ്രൂവ്ഡ് ഓവർ എ ടൈം. അതായത് ഓരോരോ ടൈമിലായിട്ടായിരിക്കും, അതായത് ഓരോരോ ഫേസിൽ നമ്മുടെ പ്രൊജക്റ്റ് ചെയ്തായിരിക്കും നമുക്ക് ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കാണാൻ പറ്റുന്നത്. ദ സിസ്റ്റം ഇൻവോൾവ്സ് ഗ്രാജുവലി വിത്ത് ഈച്ച് റിഫൈൻമെൻറ്റ്. ഓരോ റിഫൈൻമെൻറ്റിലൂടെ ആയിരിക്കും നമുക്ക് ഈ ഓരോരോ ഫേസിലുള്ള സിസ്റ്റംസ് ഡെവലപ്പായിട്ട് തന്നെ. യൂസ്ഡ് ഇൻ പ്രൊജക്ട്സ് വെയർ റിക്വയർമെൻറ്റ് ചേഞ്ച്ഡ് ഫ്രീക്വൻ്റ്ലി. ഇപ്പോൾ ഈ എവല്യൂഷണറി പ്രോട്ടോടൈപ്പിംഗ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ്സ് പെട്ടെന്ന് ചേഞ്ച് ആവും. ഇപ്പം ഇന്ന് പറഞ്ഞായിരിക്കില്ല നാളെ അവരുടെ റിക്വയർമെൻറ്റ്സ്. അങ്ങനത്തെ പ്രോജക്ട്സിലൊക്കെ നമ്മൾ ഈ ഇവല്യൂഷണറി പ്രോട്ടോടൈപ്പിംഗ് ആണ് യൂസ് ചെയ്യേണ്ടത്. അടുത്ത പറയണമെന്ന് പറഞ്ഞാൽ അഡ്വാൻറ്റേജസ് ഓഫ് പ്രോട്ടോടൈപ്പിംഗ് മോഡൽ. യൂസർ ക്യാൻ സീ എ വർക്കിംഗ് പ്രൊഡക്റ്റ് ഏർലി ഇൻ ദ ഡെവലപ്മെൻറ്റ് സൈക്കിൾ. ഡെവലപ്മെൻറ്റ് സൈക്കിളിൽ തന്നെ യൂസറിന് നമുക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് വരും എന്തായിരിക്കും നമ്മുടെ ആ വർക്കിംഗ് മോഡൽ എന്ന്. യൂസർ ഫീഡ്ബാക്സ് ഹെൽപ്സ് ഇംപ്രൂവിങ് സിസ്റ്റം ക്വാളിറ്റി. സിസ്റ്റം ക്വാളിറ്റി ഇംപ്രൂവ് ആവും യൂസറിൻ്റെ ഓരോരോ റിക്വയർമെൻറ്റ്സ് നമ്മൾ എടുക്കുമ്പോൾ. ന്യൂ റിക്വയർമെൻറ്റ്സ് ക്യാൻ ബി ഈസിലി ആഡഡ്. പുതിയ റിക്വയർമെൻറ്റ്സ് നമുക്ക് ഈസിലി പ്രൊജക്ട്സിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും പ്രോട്ടോടൈപ്പിംഗ് മോഡൽ വെച്ചിട്ട്. ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ബിറ്റ്വീൻ യൂസർ ആൻഡ് ഡെവലപ്പേഴ്സ്. യൂസറിനും ഡെവലപ്പേഴ്സിനും ഒരു ബെറ്റർ ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. അതായത് എന്തായിരിക്കും നമ്മൾ ചെയ്യുന്നത്, ഈ റിക്വയർമെൻ്റ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ, ഈ ഒരു പ്രൊജക്റ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. യൂസർ ആർ ഇൻവോൾവ്ഡ് ത്രൂ ഔട്ട് റിസൾട്ടിങ് ഇൻ ഹയർ സാറ്റിസ്ഫാക്ഷൻ. അതായത് യൂസർ എല്ലാ ഫേസസിലും ത്രൂ ഔട്ട് ഉണ്ടാവും. അതായത് ഫ്രം ദ ബിഗിനിങ് റിക്വയർമെൻറ്റ് ഫേസ് തൊട്ട് അത് ഫൈനലി ടെസ്റ്റ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം ആ ഫേസ് വരെയും ഉണ്ടാവും. കാരണം എന്തെങ്കിലും റിക്വയർമെൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിലും നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വരും. ഹെൽപ്സ് ഇൻ ഐഡൻറ്റിഫൈങ് പ്രോബ്ലംസ് ഏർലി, റെഡ്യൂസിങ് കോസ്റ്റ് ആൻഡ് ടൈം. ഈ ക്ലയൻറ്റ്സ് എല്ലാ ഒരു ഫേസസിലും നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഒരു സോഫ്റ്റ്വെയറിന് ഉണ്ടെങ്കിൽ വേഗം ഐഡൻറ്റിഫൈ ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ കോസ്റ്റും ടൈമും ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും. പ്രൊവൈഡിങ് ഫ്ലെക്സിബിലിറ്റി ഇൻ ഡിസൈനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഡിസൈനിലും ഡെവലപ്മെൻറ്റിലും നമുക്ക് ഫ്ലെക്സിബിൾ ആകാൻ പറ്റും. അതായത് മാറി മാറി എന്തെങ്കിലും റിക്വയർമെൻറ്റ് വരുന്നുണ്ടെങ്കിൽ നമുക്കത് അഡാപ്റ്റ് ചെയ്ത് ചേഞ്ച് ചെയ്ത് അതിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻ ബി ടൈം കൺസ്യൂമിങ് ഇഫ് ദ യൂസർ കീപ്പ് റിക്വസ്റ്റിംഗ് ചേഞ്ച്. എപ്പോഴും യൂസറിന് ചേഞ്ചസ് വരികയാണെങ്കിൽ ഒരുപാട് ടൈം കൺസ്യൂമിങ് ആയിരിക്കും അത്. സംടൈംസ് ലീഡ്സ് ടു ഇൻകംപ്ലീറ്റ് ഡോക്യുമെൻറ്റേഷൻ. ഡോക്യുമെൻറ്റേഷനിൽ ഇൻകംപ്ലീറ്റ്നെസ് ഉണ്ടാകും. കാരണം ഓരോ ഡേയിലും ഓരോരോ ചേഞ്ചസ് വരുമ്പോൾ. നോട്ട് സ്യൂട്ടബിൾ ഫോർ ലാർജ് ആൻഡ് കോംപ്ലക്സ് സിസ്റ്റം. ലാർജ് ആയിട്ടുള്ളതും കോംപ്ലക്സ് ആയിട്ടുള്ള സിസ്റ്റത്തിലും ഈ ഒരു പ്രോട്ടോടൈപ്പിംഗ് മോഡൽ ഡിഫിക്കൽട്ടായിരിക്കും. ലാർജ് പ്രൊജക്ട്സ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവസാനം അതായത് ഒരുപാട് ചേഞ്ചസ് ഒക്കെ വരുത്തുമ്പോൾ അത് പാടായിരിക്കും അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പ്രോട്ടോടൈപ്പിൻ്റെ ഒരു കൺക്ലൂഷനായിട്ട് നമുക്ക് നോക്കാം. The prototype model is an iterative software development approach that focuses on building an early version of the product to gather user feedbacks and refine the requirements before full-scale development. It ensures better user satisfaction and system quality. അപ്പോൾ പ്രോട്ടോടൈപ്പ് എന്ന് പറഞ്ഞാൽ മെയിൻലി നമുക്കൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യണേക്ക് മുമ്പ്, അതായത് അതിൻ്റെ ഇനീഷ്യൽ ഫേസസിൽ തന്നെ അതിൻ്റെ ഔട്ട്പുട്ട് എന്നാന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ യൂസേഴ്സിന് മച്ച് മോർ സാറ്റിസ്ഫാക്ഷനും സിസ്റ്റം ക്വാളിറ്റിയും ഒക്കെ അനലൈസ് ചെയ്യാനും അതിലൂടെ അവർക്ക് ഓരോ കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാനും ചേഞ്ചസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വരുത്താനും ഒക്കെ സാധിക്കും. സോ ഇത്രയുള്ളൊരു പ്രോട്ടോടൈപ്പിംഗ് മോഡൽ എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് പറഞ്ഞാൽ മതി. ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിപ്ലൈ തന്നെ ആയിരിക്കും. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ വീഡിയോ. Thank you so much for watching.